പോരാട്ടത്തിന്റെ പെൺകരുത്ത്, വെടിയുണ്ടകൾക്ക് നിശബ്ദമാക്കാൻ കഴിയാത്ത പെൺകുട്ടി, ഇങ്ങനെ വിശേഷണങ്ങൾ പലതാണ് മലാല യൂസഫ്സായിക്ക്. പക്ഷേ ഇന്ന് മലാലയുടെ നൊബേൽ വരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ രംഗത്തെത്തുന്നു, പ്രതിഷേധിക്കുന്നു, രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രെറ്റ തുൻബർഗുമായി താരതമ്യം ചെയ്താണ് നിലവിൽ മലാലയ്ക്കെതിരെ വിദ്വേഷ പോസ്റ്റുകൾ ഉയരുന്നത്. ഗ്രെറ്റയെ കണ്ട് പഠിക്കാനും പറയുന്നു ആളുകൾ. മലാലയുടെ ഓരോ പോസ്റ്റുകളിലും ഇത്തരം കമന്റുകൾ കാണാനാകും. പ്രത്യേകിച്ച് ഗസയിലെ ഇസ്രായേൽ ആക്രമണം ചൂണ്ടിക്കാട്ടിയാണ് ആളുകൾ രംഗത്തെത്തുന്നത്. എന്താണ് മലാലയ്ക്കെതിരെ ഇത്ര വെറുപ്പ് പടരാൻ കാരണം? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേൽ സൈന്യത്തിന്റെ നിരന്തരമായ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഗുരുതരമായ പോഷകാഹാരക്കുറവും പട്ടിണിയും നേരിടുന്നു. ഫലസ്തീൻ സ്ത്രീകൾ ഇസ്രായേൽ സൈനികരുടെ കസ്റ്റഡിയിൽ ലൈംഗികാതിക്രമങ്ങൾ വരെ നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇസ്രായേൽ സൈന്യം സ്കൂളുകളും സർവകലാശാലകളും തകർത്തതിനാൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടമായി. അതുവരെ മൗനം പാലിച്ചിരുന്ന ലോകരാഷ്ട്രങ്ങളും പല നേതാക്കളും പ്രമുഖ വ്യക്തികളും ഗസയ്ക്കായി ശബ്ദമുയർത്തി. പക്ഷേ വിദ്യാഭ്യാസത്തിനായി താലിബാനെ വരെ നേരിട്ട മലാല ഈ വിഷയത്തിൽ മൗനം പാലിച്ചു. 2014 ഗസ ഇസ്രായേൽ സംഘർഷത്തിൽ ഈ രക്തച്ചൊരിച്ചിൽ എന്നെ ആഴത്തിൽ വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരുന്നു മലാല. അവർ ഫലസ്തീൻ ജനതയ്ക്കായി ശബ്ദമുയർത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്കെതിരായ അക്രമത്തെ അപലപിക്കുകയും വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2023 ആക്രമണത്തിൽ ഫലസ്തീൻ ജനതയെ സഹായിക്കാൻ 2.5 കോടി രൂപ അവിടെയുള്ള ചാരിറ്റി സംഘടനകൾക്ക് മലാല കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയ കൊടും ക്രൂരതകളിൽ മലാല വേണ്ട രീതിയിൽ പ്രതികരണം നടത്തിയിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം. അമേരിക്കയുടെ മുൻ ഫസ്റ്റ് ലേഡിയായ ഹിലരി ക്ലിന്റനുമായി ചേർന്ന് സഫ്സ് എന്നൊരു മ്യൂസിക്കൽ മുൻപ് മലാല നിർമ്മിച്ചിരുന്നു. 1913 അമേരിക്കൻ സ്ത്രീകളുടെ വോട്ടവകാശ പ്രക്ഷോഭത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇത്. 2024 മലാലയുടെ മ്യൂസിക്കൽ പ്രൊഡക്ഷന്റെ പ്രഖ്യാപനം എത്തിയപ്പോൾ തന്നെ ഈ നിലപാടിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഹിലരി ക്ലിന്റൺ ഇസ്രായേലിനെ അന്ധമായി പിന്തുണയ്ക്കുന്നയാളാണ്. ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നത് ഇവർ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു. അങ്ങനെ ഒരാളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മലാലയ്ക്ക് എങ്ങനെ കഴിഞ്ഞുവെന്നാണ് ഉയർന്ന ചോദ്യം. പ്രത്യേകിച്ച് പാകിസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലും മലാല ഹിലരി സഹകരണത്തിനെതിരെ പ്രതിഷേധങ്ങൾ കടുത്തു. മലാലയുടെ ഇരട്ടത്താപ്പ് എന്ന തലക്കെട്ടുകൾ മാധ്യമ റിപ്പോർട്ടുകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഗസയിലെ ഫലസ്തീൻ സ്ത്രീകളുടെ ദുരിതത്തോട് മൗനം പാലിച്ച മലാല ഹിലരിയുടെ പിന്തുണയോടെ അമേരിക്കൻ സുഫ്രജറ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള മ്യൂസിക്കൽ പ്രൊഡക്ഷന്റെ ഭാഗമായത് അന്യായമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. കൂടാതെ ഇതേ ഹിലരി ക്ലിന്റൺ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന കാലത്താണ് പാകിസ്ഥാനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 100 കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടത്. അൽ ഖ്വയ്ദയും താലിബാനും പോലുള്ള ഭീകര സംഘടനകളെ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു ആക്രമണമെന്ന് US വാദിച്ചെങ്കിലും കൊല്ലപ്പെട്ടത് കൂടുതലും സിവിലിയന്മാരായിരുന്നു. അതിലേറെയും മലാലയുടെ സ്വന്തം നാട്ടിലും. ഡ്രോണുകൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ മലാല അത് നടപ്പാക്കിയ ഹിലരിയുമായി സഹകരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് വിമർശനങ്ങൾ ഉയർന്നത്. ഇത് അവരുടെ മനുഷ്യാവകാശ പ്രവർത്തക എന്ന പ്രതിച്ഛായയ്ക്ക് വലിയ പ്രഹരമാണെന്നും ആക്ഷേപങ്ങളുണ്ടായി. പാകിസ്ഥാനിൽ ആന്റി മലാല ഡേ പോലും സംഘടിപ്പിക്കുകയുണ്ടായി. ഇതേ വിമർശനങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇന്നും മലാലയ്ക്കെതിരെ വിദ്വേഷ പോസ്റ്റുകൾ വരുന്നത്. ഇത്തവണ ഗ്രെറ്റ തുൻബർഗുമായി മലാലയെ താരതമ്യം ചെയ്താണ് പോസ്റ്റുകൾ. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രെറ്റ ഗസയിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് അടിയന്തര സഹായം എത്തിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഫ്ലോട്ടില ദൗത്യത്തിൽ പങ്കാളിയായി. ഭയമേതുമില്ലാതെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചു. അന്താരാഷ്ട്ര ശ്രദ്ധ ഗസയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഒതുക്കാതെ നേരിട്ടിറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു ഗ്രെറ്റ. തന്റെ പ്രിവിലേജ് അവൾ നല്ലതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. മറുവശത്ത് മലാലയാകട്ടെ പാശ്ചാത്യരുടെ കയ്യിലെ കളിപ്പാവയായി മാറുകയെന്നാണ് വിമർശനം. മലാലയ്ക്ക് തന്റെ ആഗോള സ്വാധീനം ഉപയോഗിച്ച് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇസ്രായേലിനുള്ള നിരുപാധിക പിന്തുണയെ ചോദ്യം ചെയ്യാൻ കഴിയും. എന്നാൽ ഹിലരി ക്ലിന്റൺ അടക്കമുള്ള നേതാക്കളുമായുള്ള സഹകരണം മലാലയുടെ പ്രവർത്തനങ്ങളെ വെറും പ്രകടനാത്മക ആക്ടിവിസമാക്കി മാറ്റുന്നു എന്നാണ് വിമർശകർ പറയുന്നത്. ഗസയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും അമേരിക്കയുമായി ചേർന്നാണ് മലാലയുടെ പ്രവർത്തനം. അവർ വെളുത്ത രക്ഷക സങ്കല്പത്തിന്റെ വക്താവാണെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിടുന്നവരുണ്ട്. മലാലയുടെ വിദ്യാഭ്യാസത്തിനായുള്ള ധീരമായ പോരാട്ടം ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹിലരി ക്ലിന്റനെ പോലെയുള്ളവരുമായുള്ള സഹകരണം ഒഴിവാക്കി പകരം അവരുടെ വംശീയ കൊളോണിയൽ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യാൻ മലാലയ്ക്കാകണമെന്നാണ് അഭിപ്രായമുയരുന്നത്. പാശ്ചാത്യ നിലപാടുകൾക്ക് വഴങ്ങാതെ തന്റെ ആഗോള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നീതിയുക്തമായ ലോകത്തിനായി പോരാടൂ എന്നും ആവശ്യപ്പെടുന്നു ഉപയോക്താക്കൾ.